നമ്മുടെ ഹൾക്കും റയോട്ടും തമ്മിൽ ഫൈറ്റ് നടത്തിയാൽ ആര് ജയിക്കുന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. അത് തന്നെ നമ്മുടെ ഹൾക്കിൻ്റെയും റയോട്ടിൻ്റെയും പവേഴ്സൊക്കെ ഏകദേശം ഈക്വലായിട്ട് ഞാൻ തോന്നുന്നത്. കാരണം ഹൾക്കിനും റീജനറേഷൻ പവറുണ്ട്, അതുപോലെ റയോട്ടിനും റീജനറേഷൻ പവറുണ്ട്. പക്ഷേ ഹൾക്കിൻ്റെ ദേഹത്ത് എന്തെങ്കിലും മുറിവ് വന്നാൽ അത് പെട്ടെന്ന് ഹീലാവും. അതുപോലെ തന്നെ റയോട്ടിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ റയോട്ട് ഒരു ജെല്ല് പോലെ ഉള്ളത് കൊണ്ട് ഹൾക്ക് ഇപ്പോൾ എത്ര പഞ്ച് കൊടുത്താലും അതൊന്നും കുഴിയുന്നല്ലാതെ വേറെ സംഭവിക്കുന്നില്ല, അതും അപ്പം തന്നെ ശരിയാവും. അപ്പം ഇവർക്ക് റീജനറേഷൻ പവറും ഏകദേശം ഒരേപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശക്തിയുടെ കാര്യത്തിലും ഏകദേശം 90 തൊട്ട് 100 ടൺ വരെയാണ് ഏകദേശം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ശക്തിയുടെ കാര്യത്തിൽ ഇവർ ഏകദേശം ഈക്വലാണ്. അപ്പോൾ ഇവരുടെ ഫൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ടൈ ആയിരിക്കും. കാരണം ആരും ജയിക്കത്തുമില്ല, ആരും തോക്കത്തുമില്ല, രണ്ട് കട്ടയ്ക്ക് തന്നെ നിൽക്കും. ഇനി അഥവാ നമ്മുടെ ഹൾക്കിനൊന്ന് റയോട്ടിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ തണ്ടർ ക്ലാപ്സ് ചെയ്യണം. അപ്പം നമ്മുടെ റയോട്ട് ഏത് ശരീരമാണോ സ്വീകരിച്ചേക്കുന്നത് ആ ശരീരം വിട്ട് റയോട്ട് എന്നുള്ള സിംബിയോട്ട് വേർതിരിഞ്ഞ് പോകും. ഇനി റയോട്ടിൽ നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൾക്കിൻ്റെ ഉള്ളിലേക്ക് റയോട്ട് കയറുക. അപ്പോൾ നമ്മുടെ ഹൾക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാലേ നമ്മുടെ ഹൾക്കിനെ റയോട്ടിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർ രണ്ടുപേരും തുല്യ ശക്തികളാണ്. ഇനി ആർക്കെങ്കിലും ജയിച്ചേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പം ആരുടെയെങ്കിലും വീക്ക്നെസ് ഇവർ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇവർ ഒരാൾ ജയിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ രണ്ടും തുല്യ ശക്തികളായതുകൊണ്ട് ഇവർക്ക് അങ്ങനെ നമുക്കൊരാൾ പെട്ടെന്ന് വിൻ ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും ജയിക്കും. പക്ഷേ അതിനു മുമ്പ് ആരുടെങ്കിലും ഒരാളുടെ വീക്ക്നെസ് ഇവരൊരാൾ അറിയുവാണെങ്കിൽ അയാൾ ജയിക്കും. അപ്പം ഇതാണ്.